നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ലീഡർ കെ കരുണാകരന്റെ ജന്മദിനം ആചരിച്ച് കോൺഗ്രസ് പ്രവർത്തകർ. ചേർപ്പ് മേഖലയിലും വിപുലമായ പരിപാടികൾ. പാർലം സോഷ്യൽ വെൽഫെയർ സഹകരണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ഔഷധ ചെടികളും വൃക്ഷത്തൈകളും വിതരണം ചെയ്തു. തൈ വിതരണവും സഹകരണ വാരാഘോഷവും സംഘം പ്രസിഡന്റ് CO ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചു. ക്ഷേത്രം തന്ത്രി KP കൃഷ്ണൻ ഭട്ടത്തിരിപ്പാട് കാർമ്മികനായി. വാർത്തകൾ വിശദമായി. കോൺഗ്രസ് ചേർപ്പ് മണ്ഡലം കമ്മിറ്റി ലീഡർ കെ കരുണാകരന്റെ 107ാം ജന്മദിനം ആചരിച്ചു. മണ്ഡലം പ്രസിഡന്റ് കെ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് സിജോ ജോർജ്, TN ഉണ്ണികൃഷ്ണൻ, EV ഉണ്ണികൃഷ്ണൻ, KP സുബ്രഹ്മണ്യൻ, റഷീദ്, ഷാജി യാദം, KB പ്രസാദ്, മനോജ്, MN ഉണ്ണികൃഷ്ണൻ, കരീം, സന്തോഷ്, ജോർജ് ആൻഡോ, CK ഭരതൻ, സന്തോഷ് ബാബു, AS ഉണ്ണികൃഷ്ണൻ, CN പ്രേംഭാസി എന്നിവർ സംസാരിച്ചു. പാർലം സോഷ്യൽ വെൽഫെയർ സഹകരണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ഔഷധ ചെടികളും വൃക്ഷത്തൈകളും വിതരണം ചെയ്തു. തൈ വിതരണവും സഹകരണ വാരാഘോഷവും സംഘം പ്രസിഡന്റ് CO ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് പഴൂർ അപ്പുക്കുട്ടൻ, ബിന്ദു അശോകൻ, M സേതുമാധവൻ, TK രാജു, KR ചന്ദ്രൻ, AA റപ്പായി, CR വേലായുധൻ, S സുമാദേവി, ഫാൻസി ആൻഡോ, ചിഞ്ചു മധു എന്നിവർ സംസാരിച്ചു. ലോകമെമ്പാടും അന്താരാഷ്ട്ര സഹകരണ ദിനമായി ആഘോഷിക്കുകയാണ്. ഈ സഹകരണ ദിനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സഹകരണ എന്ന് പറയുന്ന ഇത്തരം സംഘങ്ങൾ ആരംഭിച്ചത് ഇംഗ്ലണ്ടിലാണ്. ഇംഗ്ലണ്ടിൽ അവിടുത്തെ ഫാക്ടറി തൊഴിലാളികൾക്ക് നിത്യോപയോഗ സാധനങ്ങൾ ന്യായമായ വിലയ്ക്ക് കിട്ടുന്നതിന് വേണ്ടി അവിടെ ഉണ്ടായിരുന്ന തൊഴിലാളികൾ ഒരുമിച്ച് ചേർന്ന് രൂപീകരിച്ച ഒരു സംഘമാണ് പിന്നീട് ഇന്ന് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും സഹകരണ രംഗം പുഷ്ടിപ്പെടുത്താനും സഹകരണ രംഗം ഉണ്ടാകാനുണ്ടായ സാഹചര്യം. ഈ സഹകരണ പ്രസ്ഥാനം അതിൻ്റെ പിതാവ് എന്ന് പറയുന്നത് റോബർട്ട് ഓവനാണ്. അദ്ദേഹമാണ് ഈ സഹകരണ പ്രസ്ഥാനം ഇംഗ്ലണ്ടിൽ ആരംഭിച്ചത്. അത് ലോകത്തിൽ എമ്പാടും ആ പ്രസ്ഥാനം വളർത്തിക്കൊണ്ടുവരുന്നതിൽ അദ്ദേഹത്തെ നാം സ്മരിക്കുന്നുണ്ട്. അദ്ദേഹം സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പിതാവായിട്ടാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയിലാണെങ്കിൽ 1904 സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചത്. നമുക്കറിയാം, കൃഷിക്കാരായ ആളുകൾ കടത്തിൽ ജനിക്കുകയും കടത്തിൽ മരിക്കുകയും ചെയ്യുന്നൊരവസ്ഥയായിരുന്നു നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. ആ സാഹചര്യം മാറി ഇന്ത്യയെ കാർഷിക രംഗത്ത് കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി അന്നു മുതൽ തന്നെ കൂട്ടുകൃഷി സഹകരണ സംഘങ്ങൾ ആരംഭിക്കുകയുണ്ടായി. ചേർപ്പ് ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചു. ക്ഷേത്രം തന്ത്രി KP കൃഷ്ണൻ ഭട്ടത്തിരിപ്പാട് കാർമ്മികനായി. ദ്രവ്യകലശത്തോടെയാണ് ചടങ്ങുകൾ നടന്നത്. പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ പഞ്ചാരി മേളം, തുടർന്ന് അന്നദാനവും നടന്നു. തിരുവാണിക്കാവ് രാജഗോപാലൻ തിടമ്പേറ്റി.
ഉണ്ടായിട്ടും ചേർപ്പ് നഗരം ഇരുട്ടിൽ തന്നെ. ലൈറ്റുകളുടെ തകരാർ പരിഹരിക്കാത്തതാണ് പ്രതിസന്ധി. മിനിമാസ്റ്റ് ലൈറ്റുകൾ ഉണ്ടായിട്ടും തകരാറ് മൂലം വൈദ്യുതി വെളിച്ചം തെളിയാത്തതിനാൽ 1 മാസത്തോളമായി ചേർപ്പ് സെന്റർ രാത്രി സമയം ഇരുട്ടിൽ തന്നെ. 2018 മുൻ MLA ഗീതാ ഗോപിയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് സ്ഥാപിച്ചതാണ് ലൈറ്റുകൾ. പ്രദേശത്തെ വെളിച്ചക്കുറവ് മൂലം കഴിഞ്ഞ ദിവസം ഇവിടെ രാത്രി ബൈക്ക് അപകടവും സംഭവിച്ചിരുന്നു. ബൈക്ക് യാത്രികന് സാരമായി പരിക്കേൽക്കുകയും ചെയ്തു. സ്ത്രീകളടക്കമുള്ള യാത്രക്കാരും ഓട്ടോ തൊഴിലാളികളും ഉൾപ്പെടെ രാത്രികളിൽ ഇരുട്ടിൽ നിൽക്കേണ്ട അവസ്ഥയാണ്. തെരുവുനായ്ക്കളുടെ ശല്യവും പരിസര പ്രദേശങ്ങളിലുണ്ട്. രാത്രി സമയങ്ങളിൽ പരിസരത്തെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുള്ള വൈദ്യുതി വെളിച്ചം ഉണ്ടാകുമെങ്കിലും സ്ഥാപനങ്ങൾ അടച്ചാൽ കടുത്ത ഇരുട്ടിലാകുന്ന അവസ്ഥയും പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. മഴക്കെടുതി മൂലം ചെറുപ്പ് പഞ്ചായത്തിൽ ആരംഭിച്ച ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ഭക്ഷ്യധാന്യങ്ങൾ കൈമാറി മണപ്പുറം ഫൗണ്ടേഷൻ. ചെറുപ്പ് ഗ്രാമപഞ്ചായത്തിലേക്ക് 1 ലക്ഷം രൂപയോളം വില വരുന്ന ഭക്ഷ്യധാന്യ പല വ്യഞ്ജനങ്ങളാണ് നൽകിയത്. CC മുകുന്ദൻ MLAയുടെ അഭ്യർത്ഥന പ്രകാരമാണ് മണപ്പുറം ഫൗണ്ടേഷൻ ക്യാമ്പുകളിലേക്ക് ഭക്ഷ്യധാന്യങ്ങൾ കൈമാറിയത്. ഇടയ്ക്കിടയ്ക്ക് പ്രസിഡന്റ് വിളിക്കും, എന്താ ചെയ്യുന്നത് ഒരുപാട് ബാധ്യതകൾ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ മണ്ഡലത്തിലുള്ള 6 മേഖലയിൽ ഈ പറഞ്ഞ ക്യാമ്പുകൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ 2 ക്യാമ്പാണ് നമ്മൾ ചെറുപ്പ് മേഖലയുമായി ബന്ധപ്പെട്ട് ക്യാമ്പിൽ വന്നിട്ടുള്ളത്. അപ്പോൾ പ്രസിഡന്റിൻ്റെ കണക്കനുസരിച്ച് 500 പേര് ഈ പറയുന്ന ക്യാമ്പുമായി ബന്ധപ്പെട്ട് ആദ്യം ഉണ്ടായിരുന്നു. പിന്നെ ദിവസം ചെല്ലുന്തോറും വെള്ളം ഇറങ്ങുന്നതനുസരിച്ച് ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ചില കുറവുകളുണ്ടെങ്കിൽ പോലും നമ്മൾ ഉദ്ദേശിക്കുന്ന ക്യാമ്പിലേക്ക് ആവശ്യമായ കിറ്റ് വിതരണം ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു. അപ്പം എന്നോട് പറഞ്ഞത് മൊത്തം തരുന്നില്ല, അപ്പോൾ കുറച്ച് കുറച്ചൊക്കെ തരാം എന്നാണ് പറഞ്ഞത്. എന്നിരുന്നാലും 1,02,000 രൂപയുടെ കിറ്റ് സാധനങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത്. ചടങ്ങിൽ CC മുകുന്ദൻ MLA മണപ്പുറം CEO ജോർജ് D ദാസിൽ നിന്നും കിറ്റുകൾ ഏറ്റുവാങ്ങി. മണപ്പുറം CSR ഹെഡ് ശില്പ ട്രീസ സെബാസ്റ്റ്യൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത്, ചേർപ്പ് വില്ലേജ് ഓഫീസർ ശ്രീവിദ്യ രാമചന്ദ്രൻ, സെക്രട്ടറി മുംതാസ് അക്ബർ അലി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ KB പ്രജിത്ത, വിദ്യ രമേശ്, സുനിത ജിനു, അൽഫോൺസ പോൾസൺ, PC പ്രഹ്ലാദൻ, പ്രിയലത പ്രസാദ്, EV ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. അവണിശ്ശേരി പഞ്ചായത്തിലെ പുതിയ കൃഷിഭവൻ കെട്ടിടത്തിന് തറക്കല്ലിട്ടു. CC മുകുന്ദൻ MLA ശിലാസ്ഥാപനം നിർവഹിച്ചു. പ്രത്യേകിച്ച് അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ ഒരു വികസനം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊരു ധാരണ നമ്മുടെ മനസ്സിലുണ്ട്. പഴയ കാലത്ത് വ്യത്യസ്തമായി നമ്മുടെ ഗ്രാമത്തിൻ്റെ വികസനത്തിൽ സർക്കാരിൻ്റെ പങ്കാളിത്തം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുക ഏറ്റവും പ്രധാനം. ഇതിനകത്ത് രാഷ്ട്രീയം പറയേണ്ട കാര്യമില്ല. ഞാനാണ് വലിയവൻ എന്നൊന്നും പറയുന്ന ഉദ്ദേശിച്ചത്. പക്ഷേ സർക്കാരിൻ്റെ പൈസ കൃത്യമായി നമ്മുടെ ഗ്രാമത്തിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമെന്ന് വിഷയം. MLA ഫണ്ടിൽ നിന്നും അനുവദിച്ച 30 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കൃഷിഭവൻ കെട്ടിടം നിർമ്മിക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് ഹരി C നരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ മുഖ്യാതിഥിയായിരുന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗീതാ സുകുമാരൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ നിത്യ ജയരാജൻ, VI ജോൺസൺ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഗീതാ ശ്രീധരൻ, സുനിൽ ചാണശ്ശേരി, പഞ്ചായത്ത് അംഗങ്ങളായ സായ രാമചന്ദ്രൻ, വൃന്ദ ദിനേശ്, KA പ്രദീപ്, ശാരിക പ്രദീപ്, AR രാജു, ശ്രീജിത്ത, കൃഷി ഓഫീസർ ഷഹനാസ്, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ലിസ എന്നിവർ പങ്കെടുത്തു. ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പാർലമെന്റ് മണ്ഡലം കമ്മിറ്റി പന്തംകുളത്തി പ്രകടനം നടത്തി. മണ്ഡലം പ്രസിഡന്റ് KR ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം ജൂബി മാത്യു, ടോമി പെല്ലിശ്ശേരി, AD ജോണി, AA റപ്പായി, ആന്റണി തെക്കേക്കര, ശ്രീനിവാസൻ വെങ്ങാലി, പോൾ കുന്നൻ, ജോൺസൺ തറാട്ടിൽ, TV ജോൺസൺ, കുമാരൻ പറവത്ത്, KK ശശിധരൻ, സുബ്രഹ്മണ്യൻ, ഡേവിസ് കണ്ണനായ്ക്കൽ, ശിവൻ, AA ജോൺസൺ, PA വർഗീസ് എന്നിവർ നേതൃത്വം നൽകി. ലീഡർ K കരുണാകരന്റെ 107ാം ജന്മദിനം ആഘോഷിച്ച് കോൺഗ്രസ് പാർലമെന്റ് മണ്ഡലം കമ്മിറ്റി. ആഘോഷ പരിപാടിയും അനുസ്മരണ യോഗവും DCC ജനറൽ സെക്രട്ടറി TK പൊറിഞ്ചു ഉദ്ഘാടനം ചെയ്തു. KR ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. PP ടോമി, ജോജോ ചിറമ്മൽ, AD ജോണി, ഡേവിസ് കണ്ണനായ്ക്കൽ, AA റപ്പായി, കുമാരൻ പറവത്ത്, AA ജോൺസൺ, PA വർഗീസ്, KK ശശിധരൻ, KK മാധവൻ, ബൈജു കോടന്നൂർ, രവി കോപ്പക്കാട്ടിൽ എന്നിവർ സംസാരിച്ചു. കോൺഗ്രസ് അവണിശ്ശേരി മണ്ഡലം കമ്മിറ്റി ലീഡർ K കരുണാകരന്റെ 107ാം ജന്മദിനം ആചരിച്ചു. പ്രിയൻ പെരിഞ്ചേരി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് ഭാരവാഹികളായ രാജൻ നടുവിൽ, MR രാമകൃഷ്ണൻ, വിജയകുമാർ, KV ബാലൻ, VI ജോൺസൺ, VR ജിനീഷ്, മിഥുൻ രാസ്,
ജോൺസൺ മുത്തുപീടിക, ബെന്നി, സുരേന്ദ്രൻ കൈപ്പാറ എന്നിവർ സംസാരിച്ചു. നന്ദിക്കര സെന്ററിൽ ദേശീയപാത മുറിച്ചു കടക്കുന്നതിനിടെ പിക്കപ്പ് വാനിടിച്ച് +2 വിദ്യാർത്ഥിനി മരിച്ചു. പുതുക്കാട് വടക്കേത്തുറവ് ചിരുകണ്ടത്ത് മോഹനന്റെ മകൾ 17 വയസ്സുള്ള വൈഷ്ണയാണ് മരിച്ചത്. ശനിയാഴ്ച രാവിലെ 7:30-ക്കായിരുന്നു അപകടം. ബസ് ഇറങ്ങി സഹപാഠിക്കൊപ്പം ട്യൂഷൻ സെന്ററിലേക്ക് പോകാൻ ദേശീയപാത മുറിച്ചു കടക്കുന്നതിനിടെ കോട്ടയം ഭാഗത്തേക്ക് കള്ളു കൊണ്ടുപോരുന്ന പിക്കപ്പ് ഇടിക്കുകയായിരുന്നു. കൂടെയുണ്ടായിരുന്ന കുട്ടി പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പിക്കപ്പിന്റെ അമിത വേഗതയാണ് അപകടത്തിന് കാരണമെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. അപകടത്തിൽ തെറിച്ചു വീണ വൈഷ്ണയെ നാട്ടുകാർ ചേർന്ന് പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മൃതദേഹം പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ. നന്ദിക്കര ഗവൺമെന്റ് സ്കൂളിലെ +2 കൊമേഴ്സ് വിഭാഗം വിദ്യാർത്ഥിനിയാണ്. പുതുക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. പിക്കപ്പ് ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കയ്പമംഗലം മൂന്നുപീടികയിൽ ജ്വല്ലറിയുടെ ചുമർ തുറന്ന് മോഷണ ശ്രമം. മൂന്നുപീടിക സെന്ററിൽ പ്രവർത്തിക്കുന്ന ഐഡിയ ജ്വല്ലറിയിലാണ് മോഷണം നടന്നത്. ജ്വല്ലറിയുടെ പിൻഭാഗത്തെ ചുമർ തുറന്നാണ് മോഷ്ടാവ് അകത്ത് കടന്നിട്ടുള്ളത്. എന്നാൽ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് കടയുടമ പറഞ്ഞു. 1 വർഷം മുൻപ് സമാന രീതിയിൽ ഇതേ ജ്വല്ലറിയിൽ മോഷണം നടന്നിരുന്നു. ഇന്ന് രാവിലെ ഉടമ കട തുറക്കാൻ എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. കയ്പമംഗലം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 9,060 രൂപ, പവന് 72,480 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട, ചെറുശ്ശേരി. ഫോൺ 9539080053. ലീഡർ കെ കരുണാകരന്റെ ജന്മദിനം ആചരിച്ച് കോൺഗ്രസ് പ്രവർത്തകർ. ചേർപ്പ് മേഖലയിലും വിപുലമായ പരിപാടികൾ. പാർലം സോഷ്യൽ വെൽഫെയർ സഹകരണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ഔഷധ ചെടികളും വൃക്ഷത്തൈകളും വിതരണം ചെയ്തു. തൈ വിതരണവും സഹകരണ വാരാഘോഷവും സംഘം പ്രസിഡന്റ് CO ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനം ആഘോഷിച്ചു. ക്ഷേത്രം തന്ത്രി KP കൃഷ്ണൻ ഭട്ടത്തിരിപ്പാട് കാർമ്മികനായി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.